ഹലോ, നമ്മളിപ്പോൾ ബാലിയിലാണ് ഉള്ളത് കേട്ടോ. ബാലിയിൽ വന്നിട്ട് 4ാമത്തെ ദിവസമാണ്. ഉബൂദിലെ കാഴ്ചകളാണ് ഈ ഒരു എപ്പിസോഡിലും പറയുന്നത്. നേരത്തെ പോയിട്ടുണ്ടായിരുന്ന പാലസിന്റെ അടുത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള സരസ്വതി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. ഇവിടെ നല്ല മഴയാണ്. നമുക്കിന്ന് റൂമൊക്കെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകാനുള്ളതാണ്. നമ്മൾ പെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ബാലി സീരീസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന പാലസിന്റെ നമുക്ക് എൻട്രി ഇല്ലാത്തൊരു ഭാഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഈ ഒരു പാലസിന്റെ കോമ്പൗണ്ട് വാള് കാണാം കേട്ടോ. അതിനപ്പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതേവിടെ ഒരു ചേച്ചി നിന്നിട്ട് പൂജിക്കുന്നുണ്ട് കേട്ടോ. അവർ ബാലി നിവാസികൾ എല്ലാ ദിവസവും അവരുടെ വീടുകളിലും അവരുടെ കച്ചവട സ്ഥാപനങ്ങളിലും ഇതുപോലെയുള്ള പൂജകൾ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു പൂജയുടെ കിറ്റൊക്കെ നമ്മൾ ഒരു മാർക്കറ്റിൽ പോയപ്പോൾ വിൽക്കാൻ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ സരസ്വതി ടെമ്പിളിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സങ്കീർണമായിട്ടുള്ള ബാലിനീസ് വാസ്തുവിദ്യയും ശാന്തമായിട്ടുള്ള താമരക്കുളങ്ങൾക്കും പേര് കേട്ട ഒരു സാംസ്കാരിക സ്ഥലമാണ്. ജ്ഞാനത്തിന്റെയും കലകളുടെയും ദേവതയായിട്ടുള്ള സരസ്വതിക്ക് സമർപ്പിച്ചിരിക്കുന്ന പുണ്യസ്ഥലമായിട്ടുള്ള സരസ്വതി ടെമ്പിളിന്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സരസ്വതി ടെമ്പിളിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള സമയത്ത് ഇവിടേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. 1,00,000 ഇന്തോനേഷ്യൻ രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് നമ്മുടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. നാട്ടിൽ ഏകദേശം 530 രൂപയോളാണ് ചാർജ് വന്നിട്ടുള്ളത്. നമുക്ക് പൈസ കൊടുത്തെങ്കിലും നമുക്ക് ഗൂഗിൾ റിവ്യൂവിൽ പോലും ഇല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പർപ്പിൾ കളറിലുള്ള സാരവും കൊടുത്തിട്ട് വേണം ഈ ഒരു അമ്പലത്തിലേക്ക് കടക്കാൻ. നമ്മൾ ബാലിയിലെ മറ്റ് ചില അമ്പലങ്ങളിൽ പോയ സമയത്തും ഇതുപോലെ സാരവും കൊടുക്കാൻ തന്നിട്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് മുണ്ട് മാത്രമാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലേഡീസിന് ഷോൾഡറൊന്നും കവർ ചെയ്യാത്ത വരുന്ന ആൾക്കാർക്ക് മാത്രം മുകളിലൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു മുണ്ടും കൊടുത്തിരുന്നു. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്ത്രങ്ങളാണ് കേട്ടോ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിലൊരു തലപ്പാവും തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉടുപ്പിച്ച് തരാനൊക്കെ അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അതേ വിഷ്ണുവിനെ അവരെ സാരവും ഉടുപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുണ്ടുടുപ്പിച്ചതിന് ശേഷം അവർ തന്നെ നമ്മുടെ തലയിൽ ഒരു തലപ്പാവ് വെച്ച് തരും കേട്ടോ. അതും തുണി കൊണ്ടുള്ളത് തന്നെയാണ്. അതിനുശേഷം നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറയും. അവിടെയാണ് നമുക്ക് വേണ്ട ഷർട്ടുകൾ ഉള്ളത്. ഷർട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഗൗൺ പോലെയാണ്. ജസ്റ്റ് അത് എടുത്തിട്ട് നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ഒരു കയറ് പോലെ ഉണ്ട്. അത് ജസ്റ്റ് കിട്ടുക വേണ്ടോ. ഇവിടെ വരുന്ന എല്ലാവരും ഈ ഒരു സെയിം പർപ്പിൾ കളർ കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ 2 പേരും ആ ഒരു സാരവും കൊടുത്തിട്ടുള്ള ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. പുരാതമൻ സരസ്വതി ടെമ്പിൾ എന്നാണ് കേട്ടോ ശരിക്കും ഈ ഒരു അമ്പലത്തിന്റെ പേര്. എന്നാൽ ആൾക്കാർ ഷോർട്ട് ആക്കിയിട്ട് സരസ്വതി ടെമ്പിൾ എന്നും വാട്ടർ പാലസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ സരസ്വതി ടെമ്പിളിന്റെ മെയിൻ പോർഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. രാജകുമാരനായിട്ടുണ്ടായിരുന്ന കൊക്കാഡ ഗഡ് അഗുത്സുഗാവത്തിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് ബാലിനീസ് വാസ്തുശില്പി ആയിട്ടുള്ള ഐ ഗുസ്തി ന്യോമനിലെ പാണ്ഡെയാണ് ഈ ഒരു ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും താമരക്കുളങ്ങളാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം താമരയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കുറച്ച് കുറവാണ്. പിന്നെ ഈ ഒരു സൈഡിലുള്ള ശില്പങ്ങളിൽ മൊത്തം ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഡ്രസ്സുകൾ ഉടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 1951 നിർമ്മാണം ആരംഭിച്ചിട്ട് ഏകദേശം 1952 1 വർഷം കൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയുണ്ടായി. ഉബൂദിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രധാന സാംസ്കാരിക നാഴികക്കല്ലായിട്ട് ഒരു ക്ഷേത്രം പിന്നീട് മാറുകയാണ് ഉണ്ടായത്. ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഈ ഒരു പർപ്പിൾ കളറുള്ള സാരവും എടുത്തിട്ട് ഇവിടെ കറങ്ങി നടക്കുന്നത്. എല്ലാവരും ഫോട്ടോസുകളും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ താമരക്കുളമൊക്കെ ഉള്ളത്. ഈ താമരക്കുളത്തിന്റെ അപ്പുറത്ത് ഒരു കഫയാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു സരസ്വതി ടെമ്പിളിന്റെ ഏരിയൽ വ്യൂ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ ബീർ കഴിക്കുന്നവർക്കാണെങ്കിൽ അവിടെ ഇരുന്ന് ബീറൊക്കെ നുണഞ്ഞുകൊണ്ട് ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ കഴിയും കേട്ടോ. വെള്ളിയാഴ്ച ഒഴിച്ച് ആഴ്ചയിലെ എല്ലാ ദിവസവും ഈ ഒരു ക്ഷേത്രത്തിൽ ബാലിയിലെ തനത് കൾച്ചർ പരിപാടികൾ അരങ്ങേറാറുണ്ട് കേട്ടോ. അതിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ മാത്രം മന്ത്രം ചൊല്ലുന്ന പുരോഹിതന്മാരുടെ ഒരു സംഘം അവതരിപ്പിക്കുന്ന ഒരു മാസ്മരിക പ്രകടനമായിട്ടുള്ള കേച്ചക്ക് നൃത്തം ഉണ്ടാവും. രാമായണത്തിന്റെ കഥ പറയുന്ന നൃത്താവിഷ്കാരമാണ് കേട്ടോ ഈ ഒരു കേച്ചക്ക് നൃത്തം എന്ന് പറയുന്നത്. ആ ഒരു കൾച്ചർ പരിപാടികളൊക്കെ അരങ്ങേറുന്നത് അമ്പലത്തിന്റെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ ആൾക്കാരെ
ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കാനുണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 സിംഹാസനം പോലത്തെ ചെയറുകൾ വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മെയിൻ ഏരിയ ആണത്. അപ്പോൾ ഈ ഒരു സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. സത്യത്തിൽ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് നടക്കാൻ നല്ല ചമ്മലുണ്ട് കേട്ടോ. എല്ലാവരും ഒരേപോലത്തെ കോസ്റ്റ്യൂം ആയതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രശ്നം തോന്നാത്തത്. നമ്മളിപ്പോൾ സരസ്വതി ടെമ്പിളിൻ്റെ ലെഫ്റ്റ് വിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തും പ്രത്യേകിച്ച് ഒന്നുമില്ല. നേരത്തെ നമ്മൾ കണ്ട പോലെ ഈ ഒരു ഭാഗത്തും 2 സിംഹാസനം പോലത്തെ ചെയറുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്തും. അങ്ങനെ നമ്മളും ഈ ഒരു സൈഡിലെ ചെയറിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടേക്ക് കാലത്ത് 7 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശനം. വൈകിട്ട് 7 മണി മുതലാണ് ഇവിടുത്തെ കൾച്ചർ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത്. ഉബൂദിൻ്റെ പല ഏരിയയിലും ബാലിയുടെ തനത് സംസ്കാരമായിട്ടുള്ള കൾച്ചറായിട്ടുള്ള ഡാൻസ് ഫോമുകൾ വൈകുന്നേരങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും സൂപ്പറായിട്ട് കാണാൻ കഴിയുന്നത് ഈ ഒരു സരസ്വതി ടെമ്പിളിനുള്ളിലാണ് കേട്ടോ. കാരണം വൈകുന്നേരങ്ങളിൽ ഈ ഒരു സരസ്വതി ടെമ്പിളിൽ ലൈറ്റിങ്ങോട് കൂടിയിട്ട് കാണാൻ പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഈ ഒരു സരസ്വതി ടെമ്പിൾ നമ്മുടെ ഐറ്റിനറിയിൽ വൈകിട്ട് കാണാമെന്നുള്ളതായിരുന്നു വിചാരിച്ചിട്ടായിരുന്നത്. വൈകിട്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ കാലത്ത് വന്നിട്ട് കാണുന്നത്. ഇവിടെ വന്ന സമയത്ത് നല്ല മഴക്കാരുണ്ട് കേട്ടോ. മഴ ഏത് നിമിഷം പെയ്യുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നടക്കുന്നത്. നമ്മളങ്ങനെ ബാലിയിൽ വന്നിട്ട് 4 ദിവസമായി. ഈ ഒരു 4 ദിവസവും ഉബൂദിലുള്ള ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ ഏകദേശം 1000 രൂപയോളാണ് കേട്ടോ നമുക്ക് പെർ ഡേ നമുക്ക് 2 പേർക്കും കൂടിയിട്ട് ഇവിടെ ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ലോണിൽ സോഫ ബെഡുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളും കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സോഫ ബെഡിലേക്ക് എടുക്കാന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാജാക്കന്മാരായിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ കോസ്റ്റ്യൂം വേണ്ട, കോസ്റ്റ്യൂം ഫുൾ സെറ്റപ്പാണ്. അങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്ത് പോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഞാൻ നേരത്തെ 1,00,000 ഇന്തോനേഷ്യൻ റുപ്പിയാണ് ഇവിടേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 2 പേർക്കും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരാൾക്ക് നാട്ടിലെ 125 രൂപയോളാണ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ഇവിടെ എന്തായാലും വർത്താണ്. നിങ്ങൾ മസ്റ്റായിട്ട് ബാലിയിൽ വരുന്നുണ്ടെങ്കിൽ ഇത് മിസ്സാക്കരുത് കേട്ടോ ഒരു പ്ലേസ്. നമ്മൾ പോയ ബാലിയിലെ എല്ലാ അമ്പലം പോലെ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെയും പ്രധാന ഭാഗത്തേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് പ്രവേശനം ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ കണ്ടത് മുഴുവൻ അമ്പലത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ്. നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ട സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 12 മണിക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ട് വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പണി കിട്ടിയായി. നല്ല മഴ പെയ്തു. ബാലിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മഴ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 10-20 മിനിറ്റ് ഒക്കെ അവിടെ നിന്നപ്പോഴേക്കും നമ്മുടെ മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ റൂമിൽ പോയിട്ട് ലഗേജ് ഒക്കെ എടുത്ത് ഇറങ്ങി. അടുത്ത് നമ്മൾ പോകുന്നത് ഉബൂദിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബായിട്ടുള്ള ക്രെറ്റയിലേക്കാണ് കേട്ടോ. ബാലിയിൽ വരുന്ന എല്ലാവരുടെയും ഒരു മോഹമാണ് വലിയ സ്വിങ്ങിൽ കയറാന്നുള്ളത്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ. അതുപോലെ തന്നെ ബാലിയിലെ അത്ഭുതങ്ങളായിട്ടുള്ള റൈസ് ടെറസ്, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, പിന്നെ നമ്മുടെ പൂൾ പാർട്ടി. നമുക്ക് ബർത്ത്ഡേ അടിച്ചു പൊളിക്കണ്ടേ? അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാൻ പോവാണ്. എല്ലാ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.